സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ ടൈം ആൻഡ് വർക്ക് എന്ന ഏരിയയിൽ നിന്ന് ഉള്ള കുറച്ച് ബേസിക് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മനു ഒരു ജോലി 36 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ 10 ദിവസം കൊണ്ട് മനു ആ ജോലി എത്ര ഭാഗം തീർക്കും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണ ഇതിൽ കാണാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്ന ഏറ്റവും ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം എന്താ പറഞ്ഞത്? മനു ഒരു ജോലി 36 ദിവസം കൊണ്ട് തീർക്കും. ടോട്ടൽ ഡേയ്സ് നീഡഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ആ ഒരു ജോലി തീർക്കാനായി ആവശ്യമായിട്ടുള്ള ടോട്ടൽ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 36 ആണ് അല്ലേ? സോ വർക്ക് ഡൺ ഇൻ വൺ ഡേ. ഒരു ദിവസം, അതായത് ടോട്ടൽ ഒരു വർക്ക് അയാൾക്ക് 36 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അയാൾ ആ ഒരു ജോലിയുടെ എത്ര ഭാഗം തീർക്കും? എത്ര ഭാഗം തീർക്കും? 1/36 അല്ലേ? ഒരു ജോലി ടോട്ടൽ 36 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി ഒരു ദിവസം കൊണ്ട് എത്ര ഭാഗം തീർക്കും? അതിൻ്റെ 1/36 ഭാഗമായിരിക്കും ഒരു ദിവസം കൊണ്ട് തീർക്കുക അല്ലേ? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് 10 ദിവസം കൊണ്ട് മനു ആ ജോലി എത്ര ഭാഗം തീർക്കും? അപ്പം വർക്ക് ഡൺ ഇൻ 10 days എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ 1/36 ഭാഗമാണ്. സോ 10 ദിവസം എന്ന് പറഞ്ഞാൽ 10 × 1/36, അതായത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 5/18 ഭാഗം, 18 പോർഷൻ എന്ന് പറയാം. അത്രയും ഭാഗം, ആ ജോലിയുടെ 5/18 ഭാഗം 10 ദിവസം കൊണ്ട് തീർക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി ഇതുപോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കാം. രാജു ഒരു ജോലി 100 ദിവസം കൊണ്ട് തീർക്കും. രാജു 75 ദിവസം ജോലി ചെയ്താൽ എത്ര ദിവസത്തെ ജോലി ബാക്കിയുണ്ടെന്നാണ് ചോദിച്ചത്. എത്ര ദിവസത്തെ ജോലി തീരുമെന്നല്ല, എത്ര ദിവസത്തെ ജോലി ബാക്കിയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാജു ഒരു ജോലി 100 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, നമുക്ക് ആ ജോലി തീർക്കാൻ ആവശ്യമുള്ള ടോട്ടൽ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്ന വർക്ക് എത്ര ഭാഗം വർക്ക് ചെയ്തു എന്ന്? വർക്ക് ഡൺ ഇൻ 1 day. ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/100 ആയിരിക്കും. 100 ദിവസം കൊണ്ടാണ് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ആ 100ൻ്റെ 1/100th പോർഷനായിരിക്കും തീർന്നിട്ടുണ്ടാവുക അല്ലേ? അപ്പം വർക്ക് ഡൺ ഇൻ 1 day, ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ 1/100 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി 75 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് ഡൺ ഇൻ 75 days എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 day 1/100 ആണെങ്കിൽ 75 ഡേയ്സിൽ ചെയ്യുന്ന വർക്ക് 75 × 1/100, അതായത് 75/100 എന്ന് തന്നെ എഴുതാം. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എന്താ? ഇനി എത്ര ജോലി ബാക്കിയുണ്ട്. അതായത് ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞു, ഒരു സംഭവം ചെയ്യാൻ ഇത്ര ഫ്രാക്ഷൻ ആണെങ്കിൽ ബാക്കി ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുക ആ ഫ്രാക്ഷനെ 1ൽ നിന്നും കുറച്ചാൽ മതി. ഒരു കാര്യം ഇപ്പം ഒരു എക്സാമിന് ജയിക്കാനുള്ള ഒരു സാധ്യതയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ തോൽക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 - ആ ഒരു പോർഷൻ ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1 ആയിട്ടാണ് നമ്മളിപ്പോഴും കൺസിഡർ ചെയ്യാം. അപ്പം വർക്ക് ഡൺ ഇൻ 75 ഡേയ്സിൽ ചെയ്ത വർക്ക് 75/100 ആണെങ്കിൽ വർക്ക് റിമൈനിങ്, ബാക്കിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ 1 - 75/100. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? 100 - 75/100 എന്ന് വരും, അതായത് 25/100. ഓക്കെ, ഇത്ര 25/100th പോർഷൻ വർക്കാണ് അയാൾക്ക് ബാക്കിയുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ ഞങ്ങളുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നോട്ട്സും കൊടുത്തിട്ടുണ്ട്. സോ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കൊടുത്ത ലിങ്കിൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട്
ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ താങ്ക് യു.